ഹായ് ഫ്രണ്ട്സ്, SBS ടോക്സ് എന്ന ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിലെ നദികളിൽ പമ്പാ നദിയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്. പമ്പാ നദി കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? പമ്പാ നദി കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദിയാണ് പമ്പാ നദി. പമ്പാ നദി ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ പുളിച്ചിമലയിൽ നിന്ന്. പമ്പാ നദി ഉത്ഭവിക്കുന്നത് തമിഴ്നാട്ടിലെ പുളിച്ചിമലയിൽ നിന്നാണ്. പമ്പയുടെ ആകെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ അല്ലെങ്കിൽ 110 മൈൽ. പമ്പയുടെ ആകെ നീളമാണ് 176 കിലോമീറ്റർ അല്ലെങ്കിൽ 110 മൈൽ. പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിൽ. പമ്പാ നദി പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. പമ്പാ നദി ഒഴുകുന്ന ജില്ലകളാണ് ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പാ നദി. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പാ നദി. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പമ്പാ നദി. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പമ്പാ നദി. പമ്പയുടെ പുരാതന പേരെന്താണ്? ബാരിസ്. പമ്പയുടെ പുരാതന പേരാണ് ബാരിസ്. കേരള ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏത്? പമ്പ. കേരള ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്ന നദിയാണ് പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലമാണ് കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതിയാണ് ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. മരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം ഇവ നടക്കുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദീതീരത്ത്. മരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം ഇവ നടക്കുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദി. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏത്? മരാമൺ കൺവെൻഷൻ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനമാണ് മരാമൺ കൺവെൻഷൻ. എടത്വാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. എടത്വാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പാ നദീതീരത്ത്. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. പമ്പാ നദീതീരത്തുള്ള പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ ഏതെല്ലാം? ശബരിമല, ആറന്മുള ക്ഷേത്രം. പമ്പാ നദീതീരത്തുള്ള പ്രധാന പുണ്യക്ഷേത്രങ്ങളാണ് ശബരിമലയും ആറന്മുള ക്ഷേത്രവും. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏത്? പമ്പ. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദിയാണ് പമ്പ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ആലപ്പുഴ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളിയാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവം ഏത്? ആറന്മുള വാൽക്കണ്ണാടി. കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവമാണ് ആറന്മുള വാൽക്കണ്ണാടി. അച്ഛൻ കോവിലാറിൽ നടക്കുന്ന പ്രസിദ്ധമായ വള്ളംകളിയാണ് മദർ തെരേസ വള്ളംകളി. അച്ഛൻ കോവിലാറിൽ നടക്കുന്ന പ്രസിദ്ധമായ വള്ളംകളിയാണ് മദർ തെരേസ വള്ളംകളി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. റാന്നിയിലൂടെ ഒഴുകുന്ന നദി ആയതിനാൽ പമ്പ അറിയപ്പെടുന്ന പേരെന്ത്? റാന്നിയാർ. റാന്നിയിലൂടെ ഒഴുകുന്ന നദി ആയതിനാൽ പമ്പ അറിയപ്പെടുന്ന പേരാണ് റാന്നിയാർ. മലയാളികളുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. മലയാളികളുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദിയാണ് പമ്പ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ, പത്തനംതിട്ട. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ, പത്തനംതിട്ട. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏത്? പമ്പ. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പമ്പ. പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതി ഏതാണ്? പമ്പ ആക്ഷൻ പ്ലാൻ.
പമ്പാ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതിയാണ് പമ്പ ആക്ഷൻ പ്ലാൻ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? മൂന്നാർ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് മൂന്നാർ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ നദി ഏത്? പമ്പ. കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ നദിയാണ് പമ്പ. പമ്പയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ ഏതെല്ലാം? ശബരിഗിരി അണക്കെട്ട്, കക്കി അണക്കെട്ട്, കക്കാട് അണക്കെട്ട്. പമ്പയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ശബരിഗിരി അണക്കെട്ട്, കക്കി അണക്കെട്ട്, കക്കാട് അണക്കെട്ട്. പമ്പയിലെ പ്രധാനപ്പെട്ട അണക്കെട്ടുകളാണ് ശബരിഗിരി, കക്കി, കക്കാട്. പമ്പയിലെ പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി, മദർ തെരേസ വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി, ചമ്പക്കുളം മൂലം വള്ളംകളി, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി, ഉത്രാടം തിരുനാൾ വള്ളംകളി, മദർ തെരേസ വള്ളംകളി. പമ്പയിലെ പ്രസിദ്ധമായ വള്ളംകളികളാണ് ആറന്മുള ഉത്രട്ടാതി, ചമ്പക്കുളം മൂലം, രാജീവ് ഗാന്ധി ട്രോഫി, ഉത്രാടം തിരുനാള്, മദർ തെരേസ എന്നിവ. പമ്പയുടെ പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. പമ്പയുടെ പോഷക നദികളാണ് അച്ചൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. അച്ചൻ കോവിലാറ്, കക്കിയാറ്, കല്ലാറ്, അഴുതയാറ്, മണിമലയാറ്. പമ്പാ നദിയുടെ മോക്ക് ടെസ്റ്റ് ആണ്. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ആൻസേഴ്സ് നോട്ട് ചെയ്യുക. ക്വസ്റ്റ്യൻ നമ്പർ 1. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? പമ്പയുടെ ആകെ നീളം എത്രയാണ്? പമ്പാ നദി പതിക്കുന്നത് എവിടെയാണ്? പമ്പാ നദി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പയുടെ പുരാതന പേരെന്താണ്? കേരള ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏത്? പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദു സമ്മേളനം ഇവ നടക്കുന്നത് ഏത് നദീതീരത്താണ്? ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണ്? എടത്വ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ നദീതീരത്തുള്ള പ്രധാന പുണ്യക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ്? കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏതാണ്? കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവം ഏതാണ്? അച്ചൻ കോവിലാറിൽ നടക്കുന്ന പ്രസിദ്ധമായ വള്ളംകളി ഏതാണ്? തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? റാന്നിയിലൂടെ ഒഴുകുന്ന നദി ആയതിനാൽ പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? മലയാളികളുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏത്? പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്?
മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ നദിയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതി ഏതാണ്? സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? കേരളത്തിലെ നദികളിൽ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ നദി ഏതാണ്? പമ്പ നദി മോക്ക് ടെസ്റ്റിന്റെ ആൻസേഴ്സ് ആണ്. കേരളത്തിലെ നീളം കൂടിയ മൂന്നാമത്തെ നദി ഏത്? പമ്പ. പമ്പ ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? തമിഴ്നാട്ടിലെ പുളിച്ചിമലയിൽ നിന്ന്. പമ്പയുടെ ആകെ നീളം എത്രയാണ്? 176 കിലോമീറ്റർ അല്ലെങ്കിൽ 110 മൈൽ. പമ്പ നദി പതിക്കുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായൽ. പമ്പ നദി ഒഴുകുന്ന ജില്ലകൾ ഏതെല്ലാമാണ്? ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ. തിരുവിതാംകൂറിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ നദി ഏതാണ്? പമ്പ. പമ്പയുടെ പുരാതന പേരെന്താണ്? ബാരിസ്. കേരള ഭഗീരഥി, ദക്ഷിണ ഭഗീരഥി എന്നെല്ലാം അറിയപ്പെടുന്ന നദി ഏത്? പമ്പ. പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാട്. കേരളത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ശബരിഗിരി ജലവൈദ്യുത പദ്ധതി. മരാമൺ കൺവെൻഷൻ, ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം ഇവ നടക്കുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രിസ്തുമത സമ്മേളനം ഏതാണ്? മരാമൺ കൺവെൻഷൻ. എടത്വാ പള്ളി സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. ശബരിമല സ്ഥിതി ചെയ്യുന്നത് ഏത് നദീതീരത്താണ്? പമ്പ. പമ്പ നദീതീരത്തുള്ള പ്രധാനപ്പെട്ട പുണ്യക്ഷേത്രങ്ങൾ ഏതെല്ലാമാണ്? ശബരിമലയും ആറന്മുള ക്ഷേത്രവും. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന വള്ളംകളി ഏതാണ്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി. ആറന്മുള ഉത്രട്ടാതി വള്ളംകളി നടക്കുന്ന നദി ഏതാണ്? പമ്പ. ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന വള്ളംകളി ഏത്? ആറന്മുള ഉത്രട്ടാതി വള്ളംകളി ആലപ്പുഴയാണ്. കേരളത്തിൽ ആദ്യമായി ഭൗമസൂചിക അല്ലെങ്കിൽ GI ടാഗ് ലഭിച്ച വിഭവം ഏത്? ആറന്മുള വാൽക്കണ്ണാടി. അച്ഛൻ കോവിലാറിൽ നടക്കുന്ന പ്രസിദ്ധമായിട്ടുള്ള വള്ളംകളി ഏതാണ്? മദർ തെരേസ വള്ളംകളി. തിരുവിതാംകൂറിന്റെ ജീവനാഡി എന്നറിയപ്പെടുന്ന നദി ഏത്? പമ്പ. റാന്നിയിലൂടെ ഒഴുകുന്ന നദി ആയതിനാൽ പമ്പ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റാന്നിയാർ. മലയാളികളുടെ പുണ്യനദി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ. പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ, പത്തനംതിട്ട. മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ്? പമ്പ. പമ്പയെ മാലിന്യമുക്തമാക്കാൻ കേന്ദ്ര സർക്കാർ നാഷണൽ റിവർ കൺസർവേഷൻ പ്ലാൻ പ്രകാരം ആരംഭിച്ച പദ്ധതി ഏതാണ്? പമ്പ ആക്ഷൻ പ്ലാൻ. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം ഏതാണ്? മൂന്നാർ. കേരളത്തിലെ നദികൾ ഏറ്റവും കൂടുതൽ കോളിഫോം ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ നദി ഏത്? പമ്പ. സോ ഫ്രണ്ട്സ്, മോക്ക് ടെസ്റ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മാർക്ക് ഈ വീഡിയോസിന് താഴെ കമൻറ്റ് ചെയ്യുക. ഫുൾ മാർക്ക് കിട്ടുന്നവരെ ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. താങ്ക്